ലൈംഗികത സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണോ? അങ്ങനെയാണല്ലോ അല്ലെ നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എത്രത്തോളം ഒരു സ്ത്രീയുടെ പ്രശ്നമാണോ അത്രത്തോളം ഒരു പുരുഷന്റെ പ്രശ്നവുമാണ്. കാരണം ഒരു നല്ല അണ്ടം മാത്രം പോരാ, ഒരു നല്ല പുരുഷ ബീജവും കൂടെ ഉണ്ടെങ്കിലേ പ്രത്യുൽപാദനം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ടെസ്റ്റുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പുരുഷന്മാരുടെ ഇവാലുവേഷനും കൂടെ അതിന്റെ കൂടെ ചെയ്യേണ്ടതാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരിൽ. പുരുഷന്മാരുടെ ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സെമൻ അനാലിസിസ് ആണ്, അതായത് ശുക്ലത്തിന്റെ പരിശോധന. അതിൽ നമ്മൾ അവരുടെ ബീജങ്ങളുടെ കൗണ്ട്, അതിന്റെ ചലനശേഷി, അതിന്റെ മോർഫോളജി, അതിന്റെ ബാഹ്യരൂപം എങ്ങനെയുണ്ട്, അത്രയൊക്കെ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിട്ടാണ് നമ്മൾ ഒരു തീരുമാനത്തിലെത്തുന്നത് പുരുഷ സംബന്ധമായ ഒരു ഘടകം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് അത് മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഒരു പുരുഷന് നല്ലൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു കഴിവ് വേണം. കറക്റ്റ് അല്ലേ? അതിന് നല്ല ഇറക്ഷൻ വേണം, നല്ല സ്ഖലനം ഉണ്ടാവണം, അതായത് ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കണം. കൃത്യമായ രീതിയിൽ പുരുഷന്റെ ശുക്ലം, അതായത് സെമൻ, സ്ത്രീയുടെ യോനി ഭാഗത്ത് നല്ല രീതിയിൽ അത് നിക്ഷേപിക്കപ്പെടുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായ ഒരു ഗർഭധാരണം സാധ്യമാവുന്നത്. അതുകൊണ്ട് പുരുഷന്മാരിൽ വ്യക്തമായിട്ട് നോക്കേണ്ട ഘടകം ഒന്ന് അവരുടെ ലൈംഗിക ശേഷി, രണ്ടാമത്തത് അവരുടെ ബീജത്തിന്റെ ഗുണമേന്മ.